ADHD എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതായത് ബ്രെയിനും നെർവസ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ മൂലം സംഭവിക്കുന്ന ഒരു അസുഖം. അതുപോലെ ബ്രെയിനിന് 2 പാർട്ടുണ്ട്, റൈറ്റും ലെഫ്റ്റും. ഈ 2 പാർട്ടും തമ്മിലുള്ള ഏകോപനത്തിൽ വരുന്ന കുറവ് കൊണ്ടും സിംറ്റംസ് പ്രസന്റ് ചെയ്യാം. അപ്പൊ ഇതൊരു അസുഖമാണ് എന്ന് എടുത്തു പറയാൻ കാരണം, നമ്മൾ OP-യിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പാരൻസിനോട് ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഇത്തരം സിംറ്റംസ് കുട്ടികൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ചിലരെങ്കിലും പറയാറുണ്ട് അത് അവൻ വേണമെന്ന് വെച്ചിട്ട് കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ പാരൻസിന്റെ ശ്രദ്ധ കുട്ടികളിൽ കുറഞ്ഞു പോകുന്നു എന്ന് തോന്നിയിട്ട് ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി കുട്ടികൾ ചെയ്യുന്ന ചില മാനറിസംസ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആ കുട്ടിയുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു തകരാറ് മൂലം ഉള്ള ഒരു അസുഖം തന്നെയാണ്. അതൊരു അസുഖമായിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കുട്ടി ആ രീതിയിൽ പരിഗണിച്ച് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇന്നതാണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇതിലോട്ട് നയിക്കുന്ന കുറെ കാരണങ്ങളുണ്ട്, അതായത് റിസ്ക് ഫാക്ടേഴ്സ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പാരൻസിന് ADHD ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാം. അതുപോലെ സിബ്ലിങ്സിന് ADHD ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാം. അതുപോലെ പ്രഗ്നൻസി ടൈമിലുള്ള എക്സ്പോഷേഴ്സ്, പ്രത്യേകിച്ച് ഈ ആൽക്കഹോളിസം, സ്മോക്കിംഗ് അതുപോലെയുള്ള കാര്യങ്ങളോടുള്ള എക്സ്പോഷർ ഇതിലോട്ട് നയിക്കാറുണ്ട്. അതുകൂടാതെ പ്രീ ടേം ലേബർ എന്നുള്ള ഒരവസ്ഥ, അതായത് മാസം തികയാതെയുള്ള പ്രസവം, അതൊക്കെ ADHD-യിലോട്ട് നയിക്കപ്പെടാം.